ഒരൊറ്റ ദുആ പറഞ്ഞിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനം ചോദിക്കാനുള്ള പ്രാർത്ഥനകളുടെ നേതാവ്. മൻ ഖാലഹാ ഫീ ലൈലത്തിൻ, ഒരു രാത്രി ആ വാക്കുച്ചരിക്കുകയും ആ ദുആ ചൊല്ലുകയും ഫതുവഫി ഫമാത ഫീ തിൽക്കൽ ലൈല, ആ രാത്രി തന്നെ അയാൾ മരിക്കുകയും ചെയ്താൽ, ഈ വചനങ്ങൾ ശ്രദ്ധയോടുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവേ, അൻത റബ്ബി, നീ ഞങ്ങളുടെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഉടമസ്ഥനില്ല പടച്ചവനെ. ഖലഖ്തനി വഅന അബ്ദുക, നീ എന്നെ പടച്ചു, ഞാൻ നിന്റെ അടിമയാണ്. വഅലാ അഹ്ദിക വവഅദിക മസ്തതഅത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി നീ പറഞ്ഞ പോലെ ജീവിക്കാൻ ഒരുക്കമാണല്ലാഹ്. അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അതിൻ്റെ പാപത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് തന്നത് ഒരുപാട് നിഅമത്താണ്. വഅബൂഉ ബിദംബി, പകരം ഞാൻ ചെയ്തത് തെറ്റുകളാണ് റബ്ബേ. ഫഗ്ഫിർ ലീ, നീ എനിക്ക് പുറത്തുതാ. ലാ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പുറത്തു തരാൻ ആളില്ലല്ലോ അല്ലാഹ്. ഇത് ശ്രദ്ധയോടുകൂടെ ഒരു പകലിൽ പറഞ്ഞ് മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ആ ഹബീബല്ലേ നമുക്കിതൊക്കെ പഠിപ്പിച്ചു തന്നത്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹു നമ്മെല്ലാവർക്കും പുറത്തു തരട്ടെ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പാപങ്ങൾ ശുദ്ധിയാക്കപ്പെട്ടവരായി അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം നമ്മളോടുണ്ടാകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്നവരിലേക്ക് അള്ളാഹു നമ്മെ ചേർക്കട്ടെ. തെറ്റുകൾ സംഭവിക്കാതെ അള്ളാഹു കാക്കട്ടെ. സംഭവിച്ചു പോകുന്ന തെറ്റുകളിൽ ഉടനെ പശ്ചാത്തപിക്കാനുള്ള മനസ്സ് അള്ളാഹു തരട്ടെ. ഐഷു സുഅദാ, സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അങ്ങനെയാണ്. പിന്നെ സന്തോഷമാണ്. എല്ലാം എൻ്റെ റബ്ബാണ് ഇടപെടുന്നത്, എല്ലാം എൻ്റെ റബ്ബിൻ്റേതാണ്. ഞാൻ അള്ളാഹുവിൻ്റെ അടിമ, ഞാൻ ജീവിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ഇഷ്ടത്തിനല്ല. ഞാൻ ജീവിക്കുന്നത് അള്ളാഹിൻ്റെ ഇഷ്ടത്തിനാണ്. അതുകൊണ്ട് പലതും നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ, എനിക്കത് മതി. അങ്ങനെ ഇഷ്ടപ്പെടുന്ന മക്കളും ഭാര്യയും കുട്ടികളൊക്കെ ആയാൽ അൽഹംദുലില്ലാഹ്, ജീവിതം വിജയിച്ചില്ലേ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഖൈറ മാ യതസവ്വജുൽ അബ്ദു ബഅദ തഖ്വല്ലാഹ്, അള്ളാഹുവിനോടുള്ള തഖ്വ കഴിഞ്ഞൊരു മനുഷ്യന് കിട്ടുന്ന വലിയ ഭാഗ്യം, വലിയ സമ്പാദ്യം അൽ മർഅത്തു സ്വാലിഹ, ഏറ്റവും നല്ല അള്ളാഹുലേക്ക് സഹായിക്കുന്ന പെണ്ണാണ്. അങ്ങനത്തെ നമ്മുടെ മക്കളുടെ ഉമ്മ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മ, നമ്മുടെ ഭാര്യമാർ അള്ളാഹുലേക്ക് നമ്മെ സഹായിക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് രക്ഷ കിട്ടി, നമ്മൾ നന്നായി. ഇതിനു വേണ്ടി ദുആയിരക്കാൻ പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ. പരിശുദ്ധ ഖുർആനിൻ്റെ അവസാന വചനങ്ങൾ ഓതിയിട്ട് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗം, വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പറയണം സത്യവിശ്വാസികൾ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും കൺകുളിർമയെ തരണേ. ഇതാണ് ഈ കൺകുളിർമ എന്ന് പറഞ്ഞാൽ, അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതായിട്ട് കാണാം. അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. എന്തെങ്കിലും പഴപ്പിക്കുന്നു അവരോട് പറയാം, ഞാൻ നീ വിചാരിച്ച ആളല്ല, എനിക്കിത് പറ്റൂല, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമായ പെൺകുട്ടിയാണ് എന്ന് തിരിച്ചു പറയാൻ ധൈര്യമുള്ള പെൺകുട്ടികൾ വേണം. പെൺകുട്ടികളെങ്ങാനും ചെറുപ്പക്കാരെ പഴപ്പിക്കുമ്പോൾ ഞാൻ മുസ്ലിമാണ് സഹോദരി
നിക്കാഹിലൂടെ അല്ലാതെ ഒരന്യ സ്ത്രീക്കോ പുരുഷനോ സംസാരിക്കാനോ കാണാനോ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്ന മക്കൾ, ഇത് കൺകുളിർമയാണ്. ചോദിക്കണം മാതാപിതാക്കൾ. ഇങ്ങനെ ദുആ ചെയ്യുന്നവർ കാരുണ്യവാന്റെ ഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ, അവരുടെ പ്രത്യേകത ഇങ്ങനെ ദുആ ചെയ്യുന്നതാണ്. റബ്ബനാ, അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, ഭാര്യമാരെ ദുആരക്കുമ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് അർത്ഥം വരും. അത്ഭുതമുള്ള വാക്കാണത് അസ്വാജ്. ആണിനും പറയും പെണ്ണിനും പറയും ഒരേ സമയം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നീ തരേണമേ, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും എന്ത് തരണം? ഖുർറത അയുനിൻ, കണ്ണിന്റെ കുളിർമ തരണേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, ഞങ്ങളെയൊക്കെ മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റിയവരാക്കി തരണേ. ആരാ മുത്തഖീങ്ങൾ? എൻ്റെ കുടുംബം. അവരുടെ ഇമാമ് ഞാൻ. ഇമാമ് ചെയ്യുന്നതേ മഅ്മൂമ് ചെയ്യൂ. അപ്പൊ എന്നെ നന്നാക്കി തരണേ പടച്ചോനെ. അതല്ല അതിനർത്ഥം. ഞാൻ ഇമാമാവണം, എന്നെ കണ്ടു പഠിക്കുന്നവരാകണം എൻ്റെ മക്കൾ. നന്നാക്കി തരണേ എന്ന് ദുആ ചെയ്യാൻ. കൺകുളിർമുണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവും. എന്തേ? അവിടെ ഖൽബ് അല്ലാഹുവിലേക്ക് ബന്ധിച്ചു കഴിഞ്ഞു, ഹൃദയം അല്ലാഹുവിലേക്കാണ്. പിന്നെ ലോകത്ത് എന്ത് സംഭവിക്കുന്നതും സന്തോഷമാണ്. അങ്ങനെയാണ് മരിക്കാൻ പോകുന്ന നേരത്ത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയത്. അവരുടെ ഭാര്യ നിലവിളിച്ചു കരഞ്ഞു, വാ കർബാ, എൻ്റെ സങ്കടമേ, വാ ഹസ്റതാ, എൻ്റെ പ്രയാസമേ. ബിലാൽ എന്നവർ മരിച്ചു പോകുമ്പോൾ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് എത്തിയപ്പോൾ, ഭാര്യ ഇങ്ങനെ കരഞ്ഞപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വാ തൊറബാ, ആനന്ദമേ. മരിക്കാൻ പോകുന്ന ആള് പറയാ, വാ തൊറബാ, ആനന്ദമേ. ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസ്വഹബാ, നാളെയല്ലയോ സന്തോഷം, നാളെയല്ലയോ സന്തോഷം. എൻ്റെ ഖബറിലേക്ക് ഞാൻ അങ്ങ് വെക്കപ്പെട്ടാൽ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാൻ പോവുകയാണ്. വസ്വഹ്ബഹു, അവിടുത്തെ സ്വഹാബികളെ കാണാൻ പോവുകയല്ലയോ. ഞാൻ എന്തിന് സങ്കടപ്പെടണം? എൻ്റെ മരണം വാ തൊറബാ, ആനന്ദമേ. ഇവരൊക്കെയാണ് സന്തോഷം കിട്ടിയവർ, ആനന്ദിച്ചവർ. നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം, നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം, ചൂ മർഗ് ആമദ് തബസ്സും ബർലബസ്ത്. മുഅ്മിൻ ആരാണെന്ന് പറഞ്ഞു തരട്ടെ, ആരാണ് സത്യവിശ്വാസി എന്ന് പറഞ്ഞു തരട്ടെ. തബസ്സും ബർലബസ്ത്, മർഗ് ആമദ്, മരണം ആസന്നമാകുമ്പോൾ, മരിക്കാൻ കിടക്കുമ്പോൾ, അത് വെന്റിലേറ്ററിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും റോട്ടിൽ കിടന്ന് ആക്സിഡൻ്റ് ആയി കിടക്കുകയാണെങ്കിലും, മർഗ് ആമദ്, മരണം വരുമ്പോൾ, തബസ്സും ബർലബസ്ത്, ചുണ്ടുകളിൽ പുഞ്ചിരിച്ച്, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് വരികയാണ്, ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ് വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹ്. ആയിഷ ബീവിയോട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, ആയിഷ ബീവി, ആർക്കൊക്കെ അല്ലാഹുവിനെ കാണാൻ ഇഷ്ടമുണ്ടോ അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണ്. ആർക്കൊക്കെ അല്ലാഹുവിനെ കാണാൻ ഇഷ്ടമല്ലയോ അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമല്ല. ഇത് പറഞ്ഞപ്പോൾ നമ്മളെപ്പോലെ ചിന്തിച്ചു ആയിഷ ബീവി. നമുക്ക് വേണ്ടി ഒരു മറുപടി വാങ്ങിച്ചു തന്നു. നബി തങ്ങളോട് ചോദിച്ചു, കുല്ലുനാ നക്റഹുൽ മൗത യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങളെല്ലാവർക്കും മരണം വെറുപ്പാണല്ലോ നബിയേ. അള്ളാഹനെ കാണാൻ ഇഷ്ടമുള്ളവരെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഞങ്ങൾക്ക് മരണം വെറുപ്പാണല്ലോ നബിയേ. ഞങ്ങളോട് അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ലേ? ആയിഷ, അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മരണം ആസന്നമാകുമ്പോൾ മരിക്കാൻ പോകുന്ന സത്യവിശ്വാസിയോടും സത്യവിശ്വാസിനിയോടും അള്ളാഹുവിൻ്റെ മാലാഖമാർ സ്വർഗത്തിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, ഇങ്ങോട്ട് നീ വരുന്നില്ലേ, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നു എന്ന് പറയുന്നവരെ, അവരെ കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്.
മരണമാസന്നമാകുമ്പോൾ നരകത്തിന്റെ പിക്ചർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോരുന്നോ എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. മരിക്കുന്നവൻ നിലവിളിക്കുന്നുണ്ട്, മരണത്തോട് മല്ലടിക്കുന്നവൻ. അത്തരക്കാരായ നരകവാസികളെ അള്ളാഹുവിനും കാണാൻ ഇഷ്ടമല്ല ആയിഷ. ഇതാണ് ഹദീസിന്റെ അർത്ഥമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹു റബ്ബാണെന്ന് വിശ്വസിച്ചവർ, എപ്പോഴും എൻ്റെ റബ്ബന്റെ കൂടെയുണ്ടെന്ന് ഓർമ്മ വന്നവർ, ثم استقاموا എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാഹുവിന്റെ മാലാഖമാർ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരും. അല്ലാ തഖാഫൂ അവർ പറയും മരിക്കുന്ന നേരത്ത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. വലാ തഹ്സനൂ നിങ്ങൾ സങ്കടപ്പെടണ്ട കേട്ടോ. നിങ്ങളുടെ കുടുംബം സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് സങ്കടപ്പെടുന്നുണ്ട്, നിങ്ങളുടെ കുടുംബം സങ്കടത്തിലാണ്. നിങ്ങൾ സങ്കടപ്പെടണ്ട എന്ന് സന്തോഷം പറയാൻ മാലാഖമാർ മുഅ്മിനീങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. മഹാനായ ശംസുൽ ഉലമ, ആ മഹാനുഭാവന്റെ പേരിലല്ല ഇവിടുത്തെ സ്ഥാപനം നിലനിൽക്കുന്നത്. ആ മഹാനുഭാവൻ മരണമാസന്നമാകുന്ന നേരത്ത് റൂമിലുള്ള തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങളൊന്ന് പുറത്തു പോവണം, ചില ആളുകൾ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. ഫാത്തിമ ഹോസ്പിറ്റലിലെ കോഴിക്കോട് അന്ന് ഞങ്ങളെ ദാറുൽ ഹുദയിൽ ഫിഖ് പഠിപ്പിച്ചിരുന്നു, ഞങ്ങൾ മഹല്ലി ഓതി തന്നിരുന്ന ഉസ്താദ് അന്ന് ശംസുൽ ഉലമയുടെ കൂടെ ഉസ്താദിൻ്റെ കൂടെ ഖിദ്മത്തിന് അവിടെ ICUലുണ്ട്. പിറ്റേന്ന് രാവിലെ വന്ന് പറഞ്ഞു തന്ന സംഭവം അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളോടൊക്കെ പോവാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ ആരൊക്കെയോ വരുന്നുണ്ട്, ഞങ്ങൾ ആരെയും കണ്ടില്ല. ഒരേ ഒരു ഓപ്ഷൻ ബാക്കിയുള്ളത് അത് അല്ലാഹുവിൻ്റെ മാലാഖമാരായിരിക്കണം. നിങ്ങൾ പോയിൻ, ഇവിടെ ചില ആളുകൾ വരുന്നുണ്ട്, തിരക്കുണ്ടാക്കലിൻ, സ്ഥലം ഒഴിഞ്ഞു കൊടുക്കിൻ. എല്ലാവരും പുറത്തായി. മഹാനായ ശംസുൽ ഉലമ അങ്ങനെ വളരെ മുഅ്മിനായ മനുഷ്യന്റെ അന്ത്യം ഖാത്തിമത്ത് എങ്ങനെയാണോ ആ സർവമാന ഹുസ്നും സർവമാന ചമൽക്കാരവും ഭംഗിയും എല്ലാം ആവാഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ലോകത്തോട് വിട പറഞ്ഞു പോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം കൊടുത്ത മഹാനുഭാവൻ, അതുപോലെയുള്ള പണ്ഡിത മഹത്തുക്കളെ അവരോടൊപ്പം അവരെ സ്നേഹിക്കുന്നവരും അവരുടെ കൂടെ നിൽക്കുന്നവരും അവർ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടോ ഏതൊരു ആശയത്തിന് വേണ്ടി നിലകൊണ്ടോ അവരോടൊപ്പം നിൽക്കുന്നവരുമായി അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ. അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ചേർക്കട്ടെ. തതജാഫാ ജുനൂബുഹും അവർ അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിച്ചവരാണ്, അവർ ദീനീ ദഅവത്ത് ചെയ്തവരാണ്, ഇൽമ പഠിപ്പിച്ചു കൊടുത്തവരാണ്, ഇസ്തിഖാമത്തിൽ നിന്നവരാ. മരണത്തിന്റെ സമയത്ത് മാലാഖമാര് വന്ന് സന്തോഷം പറഞ്ഞു കൊടുക്കും. പോരുന്നില്ലേ? ഞാൻ പോരുകയാണ്. മരണത്തിന്റെ നേരത്ത് പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഈമാനിന്റെ അടയാളമെന്ന് അല്ലാമ ഇഖ്ബാലിന്റെ കവിതകളിൽ അവസാനത്തെ കവിതയാണത്. നിശാനെ മർദ മുഅ്മിൻ ബാതു ഗോയം ചൂ മർഗ് ആമദ് തബസ്സും ബർലബസ്. ചുണ്ടുകളിൽ പുഞ്ചിരിയുണ്ടെങ്കിൽ അവരാണ് മുഅ്മിൻ. അല്ലാഹു അന്നേരത്ത് പുഞ്ചിരിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. 20ന്റെ മുമ്പ് മരിച്ചു പോകുന്നവർ, 30ന്റെ ഉള്ളിൽ മരിക്കുന്നവർ, 40ന്റെ ഉള്ളിൽ, 50ന്റെ ഉള്ളിൽ, 60ഉം 70ഉം കഴിഞ്ഞ് 80ഉം കഴിഞ്ഞ് എനിക്ക് മരണമില്ലേ, എപ്പോഴാണ് എൻ്റെ മലക്ക് വരുന്നെന്ന് കാത്തുകിടക്കുന്ന രോഗികൾ, അല്ലാഹു എല്ലാ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അവൻ്റെ സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർക്ക് ഉസ്താദുമാർക്ക് അല്ലാഹു നൽകട്ടെ. ദീനിനെ സഹായിച്ചവർക്ക് അല്ലാഹു നൽകട്ടെ. ഐഷു സുഅദാ, അത് സന്തുഷ്ടരുടെ ജീവിതമാണ്. പിന്നെ എന്തിനാ? എല്ലാം അല്ലാഹുവിൻ്റേത്. മരണം പോലും ആനന്ദം, എല്ലാം ആനന്ദം.